തമ്മിൽ തന്നെ എന്ന പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒരിക്കൽക്കൂടി നമ്മൾ തമ്മിൽ എന്ന ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതിലൂടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം ഇന്നത്തെ സംഗീതം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത് രണ്ടുപേരാണ്. ഒന്ന് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകമായ മിസ്റ്റർ നാദൃശൻ, അതോടൊപ്പം തന്നെ സംഗീത വിമർശകനായ ടി.പി. ശാസ്ത്ര മൺകുടവും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് സംഗീതത്തോട് യോജിപ്പില്ലാത്ത കാര്യങ്ങളാണ്. ഇദ്ദേഹം സംഗീതത്തിന് ഉയർത്തിയും പറയാൻ പോവുകയാണ്. അപ്പോൾ ഇവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്കിവിടെ കേൾക്കാം. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന മിസ്റ്റർ ടി.പി. ശാസ്ത്ര മൺകുടവാണ്. അപ്പോൾ താങ്കൾ ഈ മലയാള സിനിമാ ഗാനങ്ങളെ വിമർശിക്കുന്നു എന്ന് ഞാൻ കേട്ടു. എന്തുകൊണ്ടാണ് ഈ മലയാള ഗാനങ്ങൾ വിമർശിക്കുന്നത്? മലയാള ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? മലയാള സിനിമ ഗാനങ്ങളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചക്കാരി ഛർദ്ദിച്ച പോലെ. അതെന്താ അങ്ങനെ പറയാൻ? ഈ പിച്ചക്കാരന് പല വീട്ടിൽ നിന്നുള്ള ഫുഡ് ഒരു വീട്ടിൽ നിന്നല്ലല്ലോ. അതുമാതിരി മലയാള സിനിമ ഗാനങ്ങളെ കവർന്നു വിടുന്ന ട്യൂണിൽ അടിച്ചു മാറ്റിയിട്ടെടുക്കാം. എന്റെ അഭിപ്രായം മന്ത്രിക്കും മധുവിധുരാ മന്ത്രിക്കും അതും ഏത് മന്ത്രിക്കും അതും രാത്രി നിങ്ങൾ കവിയത് വ്യക്തമാക്കൂ. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിക്കും അതും ഇതും രാത്രി പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ ചാടി എനിക്ക് ശമ്പളത്തില്ല എന്റെ എം ഡി. അതുകൊണ്ട് ചാടി കൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. അതായത് 70 കാലഘട്ടത്തിലെ ഗാനങ്ങൾ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയും. പക്ഷെ 80-85 കാലഘട്ടത്തിൽ നല്ല നല്ല ഗാനങ്ങൾ നൽകിയിട്ടുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിനീത് അഭിനയിച്ചൊരു പാട്ടുണ്ട് ആരെയും ഭാവഗായകനാകും. ചില കാര്യമുണ്ട്. പക്ഷെ താങ്കൾ വിമർശിക്കേണ്ടത് ഇതുപോലുള്ള ഗാനങ്ങളില്ല. കാരണം കലാഭവമണി എന്നുള്ള മഹാകവി എന്ന ചില ഗാനങ്ങളുണ്ട്, പാടുന്ന ഗാനങ്ങളുണ്ട്. അതിനെതിരെ തെറിയാനാണ് കംപ്ലൈന്റ്. അതിന് ഈ പെണ്ണുങ്ങളെ പറഞ്ഞിരുന്നത് വളരെ വൃത്തിയായ രീതിയിലാണെന്നാണ് പറയുന്നത്. കലാഭവമണിയുടെ പാട്ടിൽ സ്ത്രീകളെ പറ്റി നല്ല അഭിപ്രായമല്ലേ? സീമക്കൊന്നയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞു നിങ്ങളുടെ കവി സ്ത്രീകളെ പറ്റി എന്താ പറഞ്ഞിരിക്കുക? മലയാള സിനിമാ ഗാനങ്ങളിൽ സ്ത്രീകളെ നല്ല രീതിയിൽ പറഞ്ഞിരിക്കണം. അല്ലാതെ നിങ്ങളുടെ തോന്നിയ മുല്ലപ്പും കല്ലിലോ കവിളിലോ കല്ലിവരവിലോ ഞാൻ മണിക്കാട്ടിലെ മരങ്കുറവാ മണിക്കാട്ടിലെ മരങ്കുറവാ. അത് ഇവിടെ ഒന്ന് പറഞ്ഞ കാര്യമല്ല, വല്ലതും കഴിക്കണം. എന്തിന് എന്നിട്ട് പറയാം മല കുറവാണോ കുറവില്ലോ. ഞാൻ ഇവിടെ വന്നിട്ട് മലങ്കുറവാ പെണ്ണുങ്ങളെ പറ്റി ഇങ്ങനെ അപ്പൊ അദ്ദേഹം പറയുന്നത് കുഴപ്പമുള്ളതോ മനസ്സിലായി. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കലാഭവമണി സിനിമയിൽ പാടുന്നത് അതേപോലെ ദാസേട്ട സിനിമയിൽ പാടുന്നത്. പക്ഷെ ദാസേട്ടേക്കാൾ കൂടുതൽ കാശ് കലാഭവമണി മേടിക്കുന്നു എന്ന് പറയുന്നു. ഈ ദാസേട്ട കലാഭവമണി തമ്മിൽ വ്യത്യാസം എന്താണ്? എന്താണ്? ഈ കലാഭവമണി എന്ന് പറഞ്ഞാൽ പാട്ട് പാടാൻ അറിയില്ല. അവൻ പഠിച്ച് പണ്ടാറാണിയത്തൊക്കെ പറഞ്ഞില്ല. കാശ് കൂടും. അപ്പൊ അത് കാശ് കൂടി മേടിക്കാമെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. താങ്കൾ ഈ സംഗീതത്തെ വിമർശിക്കുന്നുണ്ടല്ലോ. പല ഗായികമാരെയും കുയിൽ നാദമായിട്ടാണ് പറയുന്നത്. കുയിൽ കൂവുന്നത് എന്തുകൊണ്ടാണ്? കുയിൽ കൂവുന്നത് പേടിച്ചിട്ട് എന്താ കാരണം? കുയിൽ പാട്ട് പാടി ചോദിക്കുന്നേ
അതുകൊണ്ടല്ലേ കുഴി. അതുകൊണ്ടാണ് ഹലോ പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ സാധാരണ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി പാട്ടുകളല്ല മലയാളത്തില്. മലയാളത്തിൽ ഇപ്പൊ അടുത്തറിയോ ഫോട്ടോ കൊടുത്തൽ എന്തായാലും പല്ലിന് കമ്പനിയിൽ പറഞ്ഞാൽ ആ ഫോട്ടോ കൊടുത്തല്ലേ എന്താണ് കളി? ആ പാട്ടിൽ നല്ല പാട്ടിൽ അത് കേട്ട താനും തുള്ളൂ. ഞാനും തുള്ളും, എല്ലാരും തുള്ളും, തുള്ളണേ തുള്ളിക്കോട്ടെ. അത് തുള്ളേ. ഞാൻ തുള്ളാം. ലജ്ജാവതിയെ നിന്റെ കള്ളകട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളകട കണ്ണിൽ, ആളമ്പൂവോ കമലക്കാരോ നേനോ കേട്ടിടാവോ, അമഴമുത്തോ മല്ലിക്കൊടുമ്പോ മീനോ മാറിയിട്ടോ. ഇനി തൊട്ടൊരുമാനൊന്നും വേണ്ട. ഒരു പെണ്ണിന്റെ കണ്ണിൽ പോകുന്നൊക്കെ മാക്സിമം പോയി. താഴമ്പൂ, താമര പൂ, കലക്കണ്ണ്, കണ്ണിൽ ഇച്ചിരി പൊടി പോയ മനുഷ്യൻ നടക്കാൻ പറ്റുന്നില്ല ഇവിടെ. പിന്നീട് ഒരു പെണ്ണിന്റെ കണ്ണിൽ ഇത്രയും സാധനങ്ങൾ ചേച്ചി അങ്ങനെ ഈ വക വൃത്തിയൊക്കെ പാടുകൾ ഇവിടെ വേണ്ട. അപ്പൊ താൻ തുള്ളിയത് ഈ പാട്ട് കേട്ടപ്പോ ഞാൻ തുള്ളിയാൽ എന്റെ അടുത്ത് കിടക്കുന്ന ഒരു മോട്ടോർ വെള്ളം വെച്ചാൽ അത് സംഭവിച്ചില്ല.